ഹായ് അമ്മി, ഞാൻ സെനോബിറ്റിസിന്റെ ഇന്ദുവാണ്. എന്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ആർമി, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. പെട്ടെന്ന് ഞാനങ്ങ് പോകും, വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ടാവത്തില്ല. ആർമി, ഞാൻ വന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആർമി, ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലിങ്സിൽ നിന്നും എക്സോളിൽ നിന്നുമുള്ള നെഗറ്റീവ് കമന്റ്സ് ആണ്. ഞാൻ അന്നേരം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർമി അത് ഏറ്റുപിടിച്ച് കമന്റ് റിപ്ലൈ കൊടുക്കും. എല്ലാ ആർമിയും ഇത് മൈൻഡ് ചെയ്യാതെ പോകുന്നവരല്ല. ചിലർക്ക് ഇത് കാണുമ്പോൾ അങ്ങോട്ട് ദേഷ്യമൊക്കെ വരും. അങ്ങനെ വരാൻ പാടില്ല. എന്നാലും അവർ കമന്റ് കൊടുക്കും, പിന്നെ വീണ്ടും ഇവർ കമന്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് കൊടുത്ത് എന്റെ കമന്റ് ബോക്സിൽ അടിയായി മാറും. എനിക്കതിനോട് താല്പര്യമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേരെല്ലാം ഒരുമിച്ച് നല്ല ഇതായിട്ട് എന്റെ വീഡിയോ കണ്ടുപോകുന്നതാണ് എനിക്കിഷ്ടം. അതിനടിയിൽ വന്നിട്ട് ഇങ്ങനെ മോശം പറയാ, ബ്ലിങ്ക് ആർമിയെ മോശം പറയാ, ലെക്സോൾ ആർമിയെ മോശം പറയാ, ആർമി തിരിച്ചും പറയാ. അത് നമുക്ക് അവർ പറഞ്ഞ പറയട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യണം. നമ്മുടെ നിലവാരം നമ്മൾ എപ്പോഴും നോക്കുക. നമ്മൾ ഒരിക്കലും താഴേക്ക് പോകാതിരിക്കുക. അവർ പറയുന്നവർ പറയട്ടെ, മൈൻഡ് ചെയ്യണ്ട. അത് മാത്രമല്ല, കുറച്ച് ആമ്പിളേര് വന്നിട്ട് ഓരോരോ ചൊറിയുന്ന കമന്റ് ഉണ്ട്. ബിറ്റിസ് ഗേ ആണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മസ്കുലാനിറ്റി ഇല്ലെന്നും ഏതാണ്ടൊക്കെ ഒന്ന് പറയും. മസ്കുലിന് എന്താന്ന് പോലും അറിയില്ലെന്നൊക്കെ പറയും. കമന്റ് ബോക്സിൽ ആരെങ്കിലും എന്താന്ന് വെച്ചാൽ പറയട്ടെ, നമ്മളത് കെയർ ചെയ്യരുത്. നമ്മൾ അതിന് റിപ്ലൈ കൊടുത്താൽ പിന്നെ അവർക്ക് തിരിച്ച് റിപ്ലൈ തരാനുള്ള പ്രവണത ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം എന്നെ ഒരുത്തൻ എടുത്തിട്ട് ട്രോളി. ഞാൻ കോമഡി ആയിട്ട് ചെയ്തൊരു ഡയലോഗ്. ശരി, അതിൽ കോമഡി ആണെങ്കിൽ തന്നെ അതിൽ വേറൊരു ഇന്നർ മീനിങ് ഉണ്ടായിരുന്നു. ഞാനത് ഓർക്കണമായിരുന്നു. ആ ഒരു ഡയലോഗ് ഇട്ടിട്ട് അത് വളരെ മോശമായ രീതിയിൽ അവൻ ട്രോളിയിട്ടുണ്ട്. ഞാനത് ആർമി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. പക്ഷെ പിന്നെ ഞാൻ ഓർത്ത് മണ്ടത്തരായിട്ട് പിള്ളേരെങ്ങനെ പോയി കമന്റ് ഇട്ടാൽ അത് റീച്ച് ആകുമെന്ന് ഓർത്തു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആ ലിങ്ക് റിമൂവ് ചെയ്തു. അപ്പൊ ആർമി, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇത്തരം ഇങ്ങനെയുള്ള വീഡിയോസും ഇങ്ങനെ ചില പല ഫാൻഡം തമ്മിലുള്ള ഫാൻഡം ഫൈറ്റ് കഴിവതും ഒഴിവാക്കുക. കാര്യം ബ്ലാക്ക് പിങ്ക് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, ബിറ്റിഎസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, എക്സോ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. കൊറിയയിൽ ആദ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബാൻഡ് എക്സോയാണ്. ബിറ്റിഎസ് വന്നത് ഇന്റർനാഷണൽ ലെവലിലേക്ക് ബിറ്റിഎസ് ആണ് ഫേമസ് ആയത്. ഏറ്റവും കൂടുതൽ ഫാൻഡത്തെ കൊണ്ടുവന്നതും അവാർഡ് വാങ്ങിയതും ബിറ്റിഎസ് ആണ്. ആദ്യമായിട്ട് സൗത്ത് കൊറിയയിൽ ഫേമസ് ആയ ഒരു ഗേൾ ബാൻഡ് എന്നുള്ളതിന്റെ പേര് ബ്ലാക്ക് പിങ്കിനാണ്. ബിറ്റിഎസിനോട് ഹേറ്റേഴ്സ് ഉള്ള ബോയ്സും മാക്സിമം ബ്ലാക്ക് പിങ്കിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബ്ലാക്ക് പിങ്കിന് കുറച്ച് വ്യൂ കൂടി. പക്ഷെ അവാർഡ്സ് എടുത്താലും സോങ്സിന്റെ ലിസ്റ്റ് എടുത്താലും ചാർട്ടുകളുടെ ലിസ്റ്റ് എടുത്താലും ഇന്നും ബിറ്റിഎസ് തന്നെയാണ് മുന്നിൽ. അത് മനസ്സിലാക്കിയിട്ട് ആർമി പെരുമാറുക. എനിക്ക് എക്സോളോടും ബ്ലിങ്കിനടുത്ത് ഒന്നും പറയാനില്ല. എന്റെ ചാനൽ കാണുന്ന എന്റെ ആർമിയോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആരെങ്കിലും നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോവാം. ബ്ലിങ്സിന്റെയോ എക്സോളിന്റെയോ കമന്റ് ബോക്സിൽ പോയിട്ട് ആരും ചൊറിയാനോ പിടിക്കാനോ പോകുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കൂടുതലും ബിറ്റിഎസിന്റെ ആർമിയാണ് ഫേമസ് ആയിട്ടിരിക്കേണ്ടത്. അതിന്റെ ഒരു ജലസോ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നിങ്ങൾ അതിനെ കാണാവുള്ളൂ. അത് ആർമിയുടെ പവറാണ്. അതുപോലെ അവരോടൊക്കെ പ്രതികരിക്കാതിരിക്കുന്ന ആർമിയുടെ അഭിമാനവും അന്തസ്സും സ്റ്റാൻഡേർഡും ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മെച്യൂരിറ്റി ആണെന്ന് മനസ്സിലാക്കുക. വെറുതെ അവിടെ പോയി ചൊറിഞ്ഞ് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടൊന്നും നമുക്ക് ഒരു കാര്യവും ഒരു ഗുണവും ഉള്ളി വേസ്റ്റിംഗ് ടൈം. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ട്രോളന്മാരുടെ കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാൽ, പല ട്രോളും കാണും. നല്ല രീതിയിലുള്ള ട്രോളാണ്. ആ ട്രോളിനെ ട്രോളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഓക്കെ, നിങ്ങളത് കോമഡി ആയിട്ട് തന്നെ ചേട്ടാ സൂപ്പർ എന്ന് പറഞ്ഞൊരു കമന്റ് ഇടുന്നതുകൊണ്ട് അതിലൊരു കുഴപ്പമില്ല. ഒരിക്കലും അത് ബിറ്റിഎസിനെ ഇൻസൾട്ട് ചെയ്യില്ല. ബട്ട് ഭയങ്കരമായിട്ട് ഗേ ആണ്, അവർ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ അവരെ ബോഡി ഷേമിങ് ചെയ്ത് കാണുന്ന ട്രോളുകൾ ഉണ്ടല്ലോ, ആ ട്രോളുകൾക്ക് കമന്റ് ഇടാതിരിക്കുക. നിങ്ങൾ കമന്റ് ഇടുക. നിങ്ങൾ ആർമി ഗ്രൂപ്പിൽ തെറി പറയടി എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താൽ ആ അക്കൗണ്ട് റീച്ച് ആവും. പണ്ട് ഞാനും മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. അക്കൗണ്ട് റീച്ച് ആവും. കമന്റുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബ് വീഡിയോ റീച്ച് ആക്കാറുണ്ട്, അറിയാവും. നമ്മളുടെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് റീച്ച് ആവും. അത് അത്യാവശ്യം റീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി യൂട്യൂബ് നമ്മളെ കുറച്ചും കൂടെ അങ്ങ് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഈ ട്രോളുകൾ ബിറ്റിഎസ് ആർമിനെ ട്രോളുന്നതിനെ ബിറ്റിഎസിനെ ട്രോളുന്നതിന്റെ മെയിൻ കാര്യം റീച്ച് പ്രതീക്ഷിച്ചിട്ടാണ് അവര്. അല്ലാതെ അവർക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ബിറ്റിഎസ് ആർമി കമന്റ് ഇടും. ഹേറ്റേഴ്സ് ഇട്ടില്ലെങ്കിൽ തന്നെ ആർമി വന്നിരുന്നു അവന്മാർക്കറിയാം. നിങ്ങൾ മറ്റു ആർട്ടിസ്റ്റിന്റെ ഫാൻഡം പോലല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻഡുമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിക് ബാൻഡിന്റെ ഫാൻഡുമാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കാം. ഇപ്പൊ ട്രോളന്മാരെ ട്രോളട്ടെ, അവര് ട്രോളുമ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട. ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ, ലൈക്ക് ചെയ്യണ്ട. ഇപ്പൊ ഡിസ്ലൈക്ക് ചെയ്യാനാ താല്പര്യം. ഡിസ്ലൈക്ക് ചെയ്യേണ്ട വിധത്തിലുള്ളതാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് വിടുക. റിപ്പോർട്ട് ചെയ്യേണ്ട വിധത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ നൈസായിട്ട് റിപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീച്ച് ആകും. പിള്ളേർ വന്ന് കാണും, നല്ല വ്യൂ ഉണ്ടാവും. അവന് വീണ്ടും അതുപോലത്തെ ട്രോൾ ചെയ്യാനുള്ള പ്രവണത വരും. അതിൽ ഒരുപാട് കമന്റ് ഇട്ടാൽ അവന്റെ വീഡിയോയെ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ തന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. കമന്റുകൾ അടിസ്ഥാനപ്പെടുത്തി അവന് കൂടുതൽ റീച്ച് ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ട്രോളന്മാരെ മൈൻഡാൻ പോരുത്. നിങ്ങൾക്ക് പല ഹേറ്റേഴ്സും ഇല്ലെ പല ആർമീസും എടി ഇത് ട്രോളാണ്, ഇതിന് കമന്റ് ഇട്, തെറിയിട് എന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും. ഒരിക്കലും നിങ്ങൾ അതിലൊന്നും പ്രൊവോക്ഡ് ആവരുത്. നമ്മൾ ബിഗ് ബോസ് പോലെ ആവണം ലൈഫ്. അവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യും. നമ്മൾ ഒട്ടും പ്രൊവോക്ഡ് ആവും. ഞാൻ പെട്ടെന്ന് പ്രൊവോക്ഡ് ആവും. കാര്യം ലൈവിൽ കയറി വൃത്തികേടൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതൊക്കെ ഞാൻ പറയും. അല്ലാതെ ഇങ്ങനെ വന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല.
അവരെന്തെങ്കിലും കമന്റ് ഇട്ടാൽ കമന്റ് ബോക്സിൽ വന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വീഡിയോ കണ്ടാൽ അതിൽ എന്തെങ്കിലും മോശമാണ് അല്ലെങ്കിൽ ഒരു കൃത്രിമതയാണെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ കമന്റ് ഇട്ടുന്നിരിക്കും. ചില വീഡിയോസൊക്കെ എന്താ പറയുക, ചിലതൊക്കെ എനിക്ക് ചിലപ്പോൾ മൈൻഡിലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ചിലർ എത്ര കുറവോടെ ആണെങ്കിലും നല്ലതായിട്ട് ചെയ്യുന്നവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ചിലർ അതിലെന്തോ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ന്യായമായിട്ടുള്ള കാര്യം പറയും, അത് വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോകാറില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഫാൻ ഫൈറ്റ് നമ്മൾ നടത്താറുണ്ട്, ആർമി, ബ്ലിങ്സ്, എക്സോള്. പക്ഷെ ഏതെങ്കിലും ഒരു വേദിയിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഐഡൽസ് തമ്മിൽ ഭയങ്കര എനിമിറ്റി സൂക്ഷിക്കുന്നു, തമ്മിൽ വഴക്കുണ്ടായി ഭയങ്കര യുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഐഡൽസിനും അറിയാം മറ്റൊരു ഐഡൽസിന്റെ സിറ്റുവേഷൻ. ഇത്ര ചെറുപ്പത്തിലെ കുടുംബം വിട്ട് വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ഹാർഡ് ട്രെയിനിങ് ചെയ്ത് അവരിൽ പലരും പോപ്പുലാരിറ്റി ആഗ്രഹിച്ചിട്ടല്ല, കുടുംബത്തിന്റെ പട്ടിണി മാറാൻ, കുടുംബത്തിന്റെ ലെവൽ ഉയർത്താനും പാഷനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പരസ്പരം അറിയാം അവരുടെ വിഷമം എന്താണെന്ന്. അതുകൊണ്ട് അവർ പരസ്പരം കുറ്റപ്പെടുത്താനോ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും പോകാറില്ല. BTS ഒരുപാട് ഇൻസൾട്ട് ഫേസ് ചെയ്തതാണ്. അത് ഓരോ അറിവില്ലാത്ത ഓരോരുത്തരുണ്ടാവുമല്ലോ. ഇപ്പം അതിപ്പോ ഐഡൽസ് അല്ല, അവരുടെയൊക്കെ കമ്പനീസ് അവരുടെ ഹെഡിൽ നിന്നൊക്കെയാണ് BTS ടോറസറൊക്കെ നേരിട്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ഫാൻസ് തമ്മിൽ ഫൈറ്റ് നടത്തിയിട്ട് ഒരു കാര്യം കിട്ടാനില്ല, വെറുതെ ടൈം വേസ്റ്റ് ആണ്. ബ്ലിങ്സിനെ നിങ്ങൾ ട്രോളാനോ ഇല്ല എക്സോളെ നിങ്ങൾ ട്രോളാനോ ഇവർ നമ്മളെ ട്രോളാനോ ഇട വരുത്താതിരിക്കുക. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും നല്ല സ്നേഹത്തോടെ നമ്മുടെ BTSന് വേണ്ടി സ്ട്രീമിങ്ങും വോട്ടിങ്ങും പോലുള്ള എത്ര മാന്യമായ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യുക. ഗ്രൂപ്പിൽ എന്തേലും ആർമിയുണ്ട്, എന്തേലും ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെല്ലാവരും കുടുംബമല്ലേ. എന്റെ ഗ്രൂപ്പിലും ആഡ് ചെയ്യാം എല്ലാവരെയും. ആഡ് ചെയ്യാതെ കാര്യം, ഗ്രൂപ്പിൽ ഇപ്പോൾ 100 പേരായി, അവരെ വേറെ ഗ്രൂപ്പിൽ മാറ്റിയിട്ട് നിങ്ങളെ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ ലൈഫ് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകാം, ഒരുത്തരം മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഐഡൽസിനില്ലാത്ത എന്ത് പ്രശ്നമാണ് നമ്മുടെ ഫാൻഡത്തിനിടയിലുള്ളത്? നമ്മളെല്ലാവരും സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കുക, അതാണ് BTS പറഞ്ഞത് അല്ലെ, ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട്. നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി വേണം അല്ലെ. നമുക്ക് തെറ്റുകളുണ്ട്, തെറ്റുകൾ വരാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും ഫോൾട്ട് സംഭവിക്കാം, എല്ലാവർക്കും നെഗറ്റീവും ഉണ്ട്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അതിനെയൊക്കെ അടിച്ചമർത്തി നല്ല രീതിയിൽ നല്ല പേഴ്സണാലിറ്റി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യം. മറ്റുള്ളവരുടെ ഫൈറ്റിന് പോകും നമുക്ക് ചേരില്ല, അത് നിർത്തടാ, അത് വേണ്ട. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു വീക്കിൽ നിങ്ങൾ നോമോ ഡ്രീമിന് നല്ല വ്യൂ കൊടുക്കുക. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അടുത്ത സ്ട്രീമിങ്ങിലേക്ക് പോകാം. നോമോ ഡ്രീം മാക്സിമം സ്ട്രീം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അത് നല്ല രീതിയിൽ നിങ്ങൾ സ്ട്രീം ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം, നോമോ ഡ്രീമിന് നല്ലൊരു വ്യൂ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത്രേ ഉള്ളൂ പറയാൻ, വേറെ ഒരു കാര്യങ്ങളും പറയാനില്ല. ടൈം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ശരി, ബായ്, സലാമിയോ. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ.